ഗൈസ് വെൽക്കം ടു സ്റ്റാൻഡപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ടോപ്പിക്കാണ് സംസാരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഇന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ പി ഐ ലിസ്റ്റിംഗ് ഐൻ്റെ സിറ്റുവേഷൻ എന്താണ്, നൽകുന്ന പാഠങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് സംസാരിക്കണം. ഇപ്പോൾ ബിറ്റ് കോയിൻ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ആൾട്ട് കോയിൻ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ബുൾ മാർക്കറ്റിൻ്റെ അടുത്ത എന്താണ് ഫേസ് സംസാരിക്കണം. പിന്നെ ഇപ്പോൾ ബൈബിറ്റ് ഹാക്ക് അത് എങ്ങനെയാണ് അതിൻ്റെ സംബന്ധിച്ചുള്ള ഒരു സംസാരം. ഇത് മൂന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഐൻ്റെ വിഷയം പറഞ്ഞാൽ തന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ പറയുന്ന 150 ബിഫോർ ലിസ്റ്റ് ചെയ്യുന്ന മുമ്പൊക്കെ നമ്മളടക്കം എല്ലാവരും ആ റേഞ്ചിലായിരുന്നു കൊടുത്തിരുന്നത്. ഇന്നിപ്പോൾ വളരെയധികം ഡൗണിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ്. കാരണം ഇത്രയും എമൗണ്ട് ഓഫ് എല്ലാവർക്കും ഈ പറയുന്ന കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ പീപ്പിളിനെല്ലാം ഈ ഉണ്ടായിരുന്നു. അപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ മാർക്കറ്റ് ഡൗൺ ആകുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹ്യൂജ് സെല്ലിങ് നടക്കുന്നുണ്ട്. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഇന്ന് രാവിലെ ബൈബിറ്റിൻ്റെ CEO അതൊരു സ്കാം കോയിനാണ്, കാരണം ഇങ്ങനെയുണ്ട്, ഒരു വൈറ്റ് പേപ്പർ ഒന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഞാൻ നിങ്ങളോട് പേഴ്സണലി പറയുന്ന എന്ന് പറയുന്ന കോയിൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഏത് കോയിനും ഇത് നൽകുന്നൊരു ചെറിയൊരു പാഠാണ്. നമുക്കിങ്ങനെ ഈ പറയുന്ന ഗിവ് അവേയിലായിട്ട് കിട്ടുന്ന കോയിൻസ്, ഏത് കോയിനായാലും നിങ്ങൾ എന്ത് ചെയ്യപ്പെടുക, അതിൽ നിന്നും എപ്പോഴും നമ്മളൊരു എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതിലൊരു റിഗ്രറ്റ് ഉണ്ടാവാനേ പാടില്ല. കാരണം പിന്നെ എത്ര ഹോൾഡ് ചെയ്യുന്നു, ആ കോയിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അതിലൊന്നും നമ്മൾ ഓവർ കൺസേൺ ആവുന്നതിൽ കൂടുതൽ നമ്മൾ അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇതേപോലുള്ള കുറേ ആൾക്ക് ഗിവ് അവേ പോലുള്ള അല്ലെങ്കിൽ ഇതേപോലെ മൈനിങ്ങിലൂടെ കിട്ടുന്ന കോയിൻസിന് നമ്മൾ ഇതേപോലുള്ള എമൗണ്ട് ഓഫ് എന്ത് ചെയ്യപ്പെടുന്നു, ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു 100-120% പ്രോഫിറ്റ് കിട്ടിക്കഴിയും. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. രണ്ടാമതിന് ഐൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ ഹ്യൂജ് സെൽ ഓഫ് ആ ഐനെ ബാധിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ടാവും. ഇനിയിപ്പം അവർ ഫെർദർ എന്താണ് അവരുടെ ടീമിൽ നിന്ന് വരുന്ന അനൗൺസ്മെൻറ്റ്, അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന അനൗൺസ്മെൻറ്റ് ബേസ്ഡ് ആയിരിക്കും. ചൈനീസ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഒരുപാട് പുതിയ പുതിയ അനൗൺസ്മെൻറ്റ് വരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫെർദർ അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇത്രയും എഫേർട്ട് എടുത്ത് രീതിയിൽ അവർ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഇനി ഓൾറെഡി കുറച്ച് പേര് നന്ന റേറ്റ് കുറഞ്ഞ സെൽ ഓഫ് ചെയ്യാത്തവരുണ്ടാവില്ല, അവരോടാണ്. പുതുതായിട്ട് ബൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യൽ കോയിൻസ് വേറെ ഉണ്ട്. പക്ഷെ അവരോട് ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞാൽ അവർ ഓരോ അനൗൺസ്മെൻറ്റുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒറ്റയടിക്ക് പോകുന്ന രീതി ആയിരിക്കില്ല. പിന്നെ എന്നോട് ചിലർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അത്ര വിശ്വാസത എങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞില്ല 155 ബിലോ അത് സെല്ല് ചെയ്യേണ്ടെന്ന് പറയുന്ന സമയത്ത് അന്ന് 30-25 രൂപക്കാണ് ഓരോ ആൾക്കാർ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, ഏതൊരു ചൈനീസ് തന്നെയല്ല വിയറ്റ്നാമോ എന്നറിയില്ല, ഏതോ ഏരിയയിൽ ഇത് വെച്ചിട്ട് എന്തോ ബൈയിങ് സെറ്റപ്പ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് ഇത്ര ഡിമാൻഡ് എന്ന് എന്നോട് ആ സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു. എനിക്ക് അതിൻ്റെ വിശ്വാസം എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ആ സമയത്തുള്ള 30 രൂപയ്ക്ക് അല്ലെങ്കിൽ 25 രൂപയ്ക്ക് സെൽ ഓഫ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ എഫേർട്ട് എടുക്കുന്നത് കാണുന്നുണ്ട്, അവർ ലിസ്റ്റിംഗ് ട്രൈ ഇടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അന്ന് 150 ബിലോ അല്ലെങ്കിൽ 155 ബിലോ സെല് ചെയ്യേണ്ടത്. കാരണം ഒരു $2 റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ന്യൂസ് നമുക്ക് ആ സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങളോട് 30 രൂപയ്ക്ക് പോകുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 155 അല്ലെങ്കിൽ 150 ബിലോയിൽ സെൽ ഓഫ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുമ്പൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ ബൈ ചെയ്തത് 150, 140, 120 റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ $2 റേഞ്ചിൽ തന്നെ ആയിരുന്നു അധികം ആൾക്കാരും എന്ത് ചെയ്തത്, ബൈ ചെയ്തത്. അപ്പോൾ നമുക്ക് അന്ന് കിട്ടിയ ന്യൂസ് പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള ഈ സംഭവം, ഈ വിയറ്റ്നാം ബേസ്ഡ് അല്ലെങ്കിൽ ചൈനീസ് ബേസ്ഡ് അവർ പറഞ്ഞ സംഭവം ശരിയാണെങ്കിൽ കുറച്ചും കൂടി അപ്ഡേറ്റ്സ് ഈ റിലേറ്റഡ് ഉണ്ടാവും. എന്നാൽ ബൈബിറ്റ് ഇന്ന് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, ലിസ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ അവർ പറഞ്ഞത് അവരുടെ ഇന്ന സംഭവങ്ങൾ ശരിയില്ല, അതുകൊണ്ട് ബൈബിറ്റ് ഇത് ചെയ്യൂല എന്നാണ് ബൈബിറ്റിൻ്റെ CEO ഇന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് തന്നെ എന്ത് ചെയ്യപ്പെട്ടു, ബൈബിറ്റിൻ്റെ ഒരു കോൾഡ് വാലറ്റ് ഹാക്ക് ചെയ്യപ്പെടുകയും 1.4 ബില്യൺ എമൗണ്ട് ഹാക്ക് ചെയ്തു എന്നുള്ള ന്യൂസ് വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്താണെന്നുള്ളൊരു ഡൗട്ട് എനിക്ക് വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇതെങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ രണ്ട് പോർഷനാണ്. ഇപ്പോൾ FTX പേ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ആരെ കൈമിലേക്ക് വരുന്നുണ്ട്, ഈ പുതിയ അന്ന് കൊടുത്തിരുന്ന വലിയ എമൗണ്ട് ആൾക്കാർ, അന്ന് വലിയ FTX കൊലാപ്സ് ആയ സമയത്ത് ഉണ്ടായ വലിയ ലോസ് ഉണ്ടായവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു വെറിയാണ്, നമ്മളെ ഒരു എക്സ്ചേഞ്ചിലിടുന്നു, സഡനായിട്ട് എക്സ്ചേഞ്ച് മിസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാണ്ടാവും. പക്ഷേ ഈ FTX പേ ഔട്ടിലൂടെ നമുക്ക് നൽകുന്ന പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ,
എത്ര ഇപ്പോൾ 1.5-2 വർഷം എടുത്താൽ പോലും കിട്ടേണ്ട എമൗണ്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കോൺഫിഡൻറ്റ് നൽകുന്നൊരു കാര്യമാണ്. അത്രയും എമൗണ്ട് ഈ മാർക്കറ്റ് വളരെ ലോ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയില്ലേ എന്ന് ഞാൻ ഡൗട്ട് അടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ പറയുന്നതിന് ബിറ്റ് കോയിൻ അപ്ഡേറ്റ്സിലേക്ക് വരുമ്പം തന്നെ 96-97 BTC സംബന്ധിച്ച്. 96ൻ്റെ മുകളിലാണ് ഈ മന്ത്ലി ക്ലോസ് ചെയ്യേണ്ടത്. മാത്രമല്ല 93 to 91 റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. 97ൻ്റെ മുകളിൽ സപ്പോർട്ട് പിടിക്കുന്നതോടുകൂടി 101. പിന്നെ ചാർട്ട് ബേസിൽ ഒരു ബുള്ളിഷ് ഡൈവേർജൻസ് ഉണ്ട്. അങ്ങനെ പൊന്തി 99ൽ നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ ന്യൂസുകൾ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ബിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫ്ലഷ് ഔട്ട് നടത്തി എന്നിട്ട് മാക്സിമം ട്രൈ ഇട്ടിട്ടും ആ 93ൻ്റെ അടിയിലേക്കൊന്നും ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പല നെഗറ്റീവ് ന്യൂസുകൾ വന്നിട്ടും ഹ്യൂജ് സെൽ ഓഫ് നടത്തിയിട്ട് BTCനെ അവർക്ക് അനക്കാൻ പറ്റിയിട്ടില്ല. അവർക്കറിയാം സൂൺ ഓർ ലേറ്റർ ഈ ബുൾ മാർക്കറ്റിൽ സെക്കൻഡ് ലെഗപ്പ് നടത്തേണ്ട സമയമുണ്ട്. എന്ത് വന്നാലും ഹിസ്റ്ററി പ്രകാരം ഈ ബുൾ മാർക്കറ്റ് ഫേസിന് ഇനിയും സമയമുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു 70-75% ബുൾ മാർക്കറ്റ് അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 75 അവസാനിച്ചു അപ്പം. പക്ഷേ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അവസാന 20%-ൻ്റെ സമയത്താണ് ഹെവി റിട്ടേൺസ് കിട്ടുക. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു ബുൾ മാർക്കറ്റ് ഫേസിൻ്റെ 75%-ഓളം ആയി. ഇനി വരുന്ന ഒരു 25% മാത്രമേ നമുക്കുള്ളിലുള്ളൂ. അപ്പോൾ ആ 25%-ൽ ഈ പറയുന്ന ഒരു 15 അല്ലെങ്കിൽ 20ൻ്റെ ഇടയിലാണ് ഹെവി റിട്ടേൺസ്, ഹെവി ഫോം ഉണ്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മീം പോലെയാണ് നമ്മുടെ അവസ്ഥ. ഹെവി റിട്ടേൺസ്, ഹെവി ഷെയ്ക്ക് ഔട്ട് എന്നുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് നമ്മളെ മാനസികമായി തളർത്താനും പക്ഷേ മാനസികമായി സന്തോഷം നൽകാനും കൂടുതൽ ചാൻസ് ഉണ്ട്. ഒരു മീം കോയിൻ വാങ്ങുന്ന പോലെയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഏത് മീം, ഷിബ് ആയാലും ഇപ്പോൾ ഡോജ് ആയാലും, ഷിബിൻ്റെ കാര്യം പറയാം. ഷിബ് നമ്മൾക്കറിയാം മാർക്കറ്റൊക്കെ റിട്ടേൺസ് വരുമ്പോൾ പെട്ടെന്ന് കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും, കുറേ ആൾക്കാർ പ്രോഫിറ്റൊക്കെ അയക്കും, ഷിബിന്ന് ഇത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ എമൗണ്ട് ഇട്ട ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ ഒരു 60%-70% ഡൗൺ ആയി മാനസികമായി സമ്മർദ്ദത്തിലായ ഒരാളായിരിക്കും. പക്ഷെ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ മീം കോയിൻ കാലഘട്ടത്തെ പോലെ ഒരു ഫോമോ പീരീഡിലേക്ക്, ഹെവി ഫോമോ പീരീഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക അതിന് സാധ്യതയില്ല, ബുൾ മാർക്കറ്റിനായാലും ആൾട്ടിനി ഉണരൂല എന്ന് തോന്നുന്നിടത്താണ് നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. 69K ഇപ്പോൾ എത്ര നാളാണ് നമ്മൾ ഡോജ് കോയിൻ 0.9, 0.7 ഉണ്ടായത്. നമ്മളെപ്പോഴെങ്കിലും മാറ്റർ ഓഫ് ടൈമിൽ ഒരു നിമിഷം ചിന്തിച്ചാൽ ഒരു 2 ദിവസം കൊണ്ട് ഡോജ് കോയിൻ 0.47 എത്തും. അതാണ് ഒരു ബുൾ മാർക്കറ്റ് ഫേസിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോഴാണ് നമ്മളും ഫോമോ അടിക്കുക, ഇനി ഇത് അങ്ങ് എത്തിപ്പോകും തോന്നുക. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിലേക്ക് എത്തരുത്. ഇനിയുള്ള ലെഗപ്പിലൊക്കെ നമ്മൾ ബുക്കിങ്ങിലേക്ക് കടക്കാം. ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ആരും ബൈയിങ്ങിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കണ്ട. നമ്മൾ ഈ ബുൾ മാർക്കറ്റിൽ നല്ല കൊതുകൊണ്ടിട്ട് ഇവിടെ, നമ്മൾ ഈ ബുൾ മാർക്കറ്റിൽ എന്ത് ചെയ്യപ്പെടാം, നമ്മൾ അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് മതി. അതായത് ഈ ബുൾ മാർക്കറ്റിൽ ഇനി ബൈയിങ് ചെയ്യുന്ന എമൗണ്ട് മതിയാക്കാം നമുക്ക്. അതായത് നിങ്ങളിപ്പോൾ ഈ ക്രിപ്റ്റോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി അടുത്ത ലെഗപ്പ് ഫേസ് ഉണ്ടാകുമ്പോൾ ഇനി ആഡ് ചെയ്യുന്ന രീതികൾ നമ്മുടെ ഭാഗത്തു നിന്നില്ല. അതായത് ഈ ബുൾ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ട് മതി. ഇനിയും അവസരങ്ങൾ അടുത്ത ബിയർ മാർക്കറ്റായിട്ടും അടുത്ത ബുൾ മാർക്കറ്റായിട്ടും നമുക്ക് വരും. അപ്പം നമ്മൾ ലാസ്റ്റ് ലെഗപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹെവി ഫോമോ, ഹെവി റിട്ടേൺസ് എന്നുള്ള രീതിയിലേക്ക് എത്തും. കാരണം നമുക്ക് ഘട്ടം. അപ്പോൾ ഈ ഒരു പീരീഡ് ഇനിയിപ്പോൾ ഈ പറയുന്ന ബൈബിറ്റ് ഹാക്ക് അതിനോടുള്ള എന്തെങ്കിലും ബാഡ് ന്യൂസൊക്കെ ആയിട്ട് ബിയേഴ്സ് വീണ്ടും ട്രൈ ഇടും. അതിൽ നമ്മൾ ഷെയ്ക്ക് ഔട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വീണ്ടും ഒരു ഫോമോ ഹൈ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് 3x ലോങ് വെച്ചിട്ട്, അപ്പോൾ ഇപ്പം ഒന്ന് ഷെയ്ക്കിംഗ് പീരീഡ് ഉണ്ടാകുന്ന സമയത്ത് പൊതുവേ ലോങ്ങിലേക്ക് പോവാതെ മാർക്കറ്റ് വീണ്ടും സ്റ്റെബിലിറ്റി ഗെയിൻ ചെയ്ത് ഇപ്പോൾ കയറാൻ തുടങ്ങിയ ചിലപ്പോൾ ഒരു മാസത്തോളം ആ ഒരു ഹൈക്കിൽ കയറും. ആ സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സ് ഡെയിലി ഉണ്ടാവുന്നതാണ്. ഓക്കെ, ബൈ.